ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തനിമയാർന്ന ആചാരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഉത്തര മലബാറിലെ കാവുകൾ. അതിലേറെ സവിശേഷമായ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലൂർക്കാവ് ശ്രീ പാമ്പൂരിക്കരുവാൻ ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവിളക്കാറാട്ട് മഹോത്സവം. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് പിന്നിൽ വാശിയുടെയും ഭക്തിയുടെയും അതിശയിപ്പിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് തെക്ക് ദിക്കിൽ നിന്നും വന്ന നാഗദേവതയായ പാമ്പൂരിക്കരുവാൻ കല്ലൂർക്കാവിലെത്തി. അവിടെ ഉത്സവം നടത്താനായി നാട്ടധിപതിയായ കല്ലൂരച്ചൻ്റെ സഹായം തേടി. തുടർന്ന് പയ്യോർമല നാടിൻ്റെ അധിപതിയായ പാലക്കാട് പയ്യോർമല മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചു. എന്നാൽ വിഷുദിനത്തിൽ ഉത്സവം നടത്താൻ മുത്തശ്ശി സമ്മതിച്ചില്ല. വിഷുവിന് മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉത്സവം മുടങ്ങുമെന്നതായിരുന്നു കാരണം. പക്ഷേ പാമ്പൂരിക്കരുവാൻ ഉറച്ചു നിന്നു. മഴ പെയ്താൽ കുട നിവർത്തിയും ഞാൻ ഉത്സവം നടത്തും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ വാശിയുടെ ഭാഗമായി അദ്ദേഹം കോഴിക്കോട് കണിയാനെ കണ്ട് അരിയും പണവും നൽകി ഒരു പ്രത്യേക കുട കെട്ടാൻ ഏർപ്പാടാക്കി. ഉത്സവം അടുത്തപ്പോൾ കണിയാൻ എത്താത്തതിനെ തുടർന്ന് അദ്ദേഹം നേരിട്ട് പോയി കുടയുമായി കാവിലേക്ക് തിരിച്ചു. ആനയെ നൽകില്ലെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിളക്കും എടുത്തുകൊണ്ടാണ് പാമ്പൂരിക്കരുവാൻ കാവിലെത്തിയത്. ഇന്നും ഇതിൻ്റെ സ്മരണയിലാണ് കുടവരവ് ചടങ്ങ് നടക്കുന്നത്. ഏപ്രിൽ 9 മുതൽ 20 വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ 13, 14, 15 ഏപ്രിൽ 14 ഏറെ പ്രശസ്തമായ കുടവരവ് നടക്കുന്നത്. വടകര, കൊയിലാണ്ടി ഭാഗങ്ങളിൽ നിന്നും ഭക്തർ കുടകളുമായി കാവിലെത്തുന്നു. പ്രകൃതിയെ ജീവനെ പോലെ കരുതിയിരുന്ന ഒരു ജനതയുടെ അടയാളമാണ് കാവുകൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ 100-ലധികം കാവുകളുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. കേരളത്തിലെ കാവുകൾ വെറുമൊരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ജൈവ വൈവിധ്യ കേന്ദ്രങ്ങൾ കൂടിയാണ്. കല്ലൂർക്കാവ് പോലെയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും പരിസ്ഥിതി ബോധത്തിൻ്റെയും അടയാളമാണ്. കല്ലൂർക്കാവ് അത്തരത്തിൽ വടക്കൻ കേരളത്തിൻ്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നു.